കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ മെയ് മാസം, അടുത്ത ജൂൺ മാസം, ഈ 2 മാസങ്ങൾക്കുള്ളിൽ പ്രഗ്നൻസി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഹോം റെമഡീസിനെ പറ്റിയിട്ട് ഇതിനോടകം നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന പല ഒറ്റമൂലികളും അതുപോലെ നമുക്ക് കടയിൽ നിന്നാണെങ്കിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹോം റെമഡീസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതുപോലെ ചില പ്രത്യേകമായിട്ടുള്ള ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് എക്സസൈസുകളും നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് എക്സസൈസുകൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഓരോ ഓർഗൻസിൻ്റെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് എളുപ്പത്തിൽ അതിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്നുള്ളത്. അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വീറ്റ് ഗ്രാസിനെ പറ്റിയിട്ടാണ്. വീറ്റ് ഗ്രാസിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഗോതമ്പ് മുളപ്പിച്ചിട്ട് നമ്മൾ ആ ഗോതമ്പ് മുളച്ച് വരുന്ന ആ ഒരു പുല്ല് ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾക്കിത് മുളപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈസിലി ഇത് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് ആളുകൾ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചപ്പോഴേക്കും ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ഒരുപാട് ആളുകൾ ഈ ടിപ്പ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ബാക്കിയുള്ള ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കണ്ടൻസ് ഈ വീറ്റ് ഗ്രാസിൽ അടങ്ങിയിട്ടുണ്ട്. ഫോളേറ്റ് ഉണ്ട്, വിറ്റമിൻ എ, ബി, സി, ഇ, അയൺ, കാൽഷ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, ഇങ്ങനെ ഒരുപാട് കണ്ടൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വീറ്റ് ഗ്രാസ് നമുക്ക് തരുന്ന ഒരുപാട് ബെനിഫിറ്റുകളും ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി, നമ്മുടെ ശരീരത്തിലോട്ട് മറ്റുള്ള എന്തെങ്കിലും അണുക്കൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അണുക്കൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയറാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു. പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് അസുഖങ്ങൾ വരുന്നു. ഒരുപാട് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ pH ബാലൻസിൽ അതുമൂലം വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ട് വരും. അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം. പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണെങ്കിലും തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് കുഞ്ഞിലോട്ടും വ്യാപിക്കുന്നതിന് പലതും കാരണമാകുന്നു. അതെല്ലാം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീറ്റ് ഗ്രാസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ബെനിഫിറ്റാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. PCOD ഉള്ള പല ആളുകളും PCOD കൺട്രോൾ ചെയ്യാതെ പ്രഗ്നൻസി നോക്കുന്നവരാണ്. PCOD ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ തന്നെ പലരും ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നു, ഇഞ്ചെക്ഷൻസ് എടുക്കുന്നു. ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. PCOD ഉള്ള ഒരാൾക്ക് അവരുടെ ആ ഒരു ഏജിനേക്കാളും ഹൈറ്റിനേക്കാളും കൂടുതൽ ശരീരഭാരം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ലീൻ PCOD ഉണ്ട്. അത് മറ്റൊരു കാറ്റഗറിയാണ്. അതായത് വെയിറ്റ് കുറവായിട്ടും PCOD വരുന്ന സിറ്റുവേഷൻ. അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. നമുക്ക് അല്ലാതെ വെയിറ്റ് കൂടുതലായിട്ടുണ്ടാകുന്ന PCODനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ PCOD ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് ഒന്ന് കുറച്ചിട്ട് ഡോക്ടർ പറയുന്ന ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഒറ്റ സ്ട്രെച്ചിനോ രണ്ടാമത്തേനോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിനും നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിനും അത് സഹായിക്കും. വെയിറ്റ് കൺട്രോൾ ചെയ്യാതെ പ്രഗ്നൻസി നോക്കുന്നവർക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ ആ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് പ്രഗ്നൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഈ മെഡിസിൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ചിലർക്ക് വെയിറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ PCOD ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് മെഡിസിൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. PCOD കൺട്രോൾ ചെയ്യാനായിട്ട് പലരെയും സഹായിക്കുന്ന ഒന്നാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള സെലീനിയം നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ളവർക്ക് കണ്ണും പൂട്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലോട്ടും കൃത്യമായിട്ട് എത്തപ്പെടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു വീറ്റ് ഗ്രാസ് കൊടുക്കുന്നുണ്ട്. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുമ്പോഴേക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. കാരണം മോഷൻ പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊന്ന് കംഫർട്ടബിൾ ആവുകയുള്ളൂ. നമുക്ക് മോഷൻ ഒന്നും പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ ഓൾവേസ് നമുക്ക് വയറിലൊരു ബ്ലോട്ടിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് വയറ് ഭയങ്കര തിങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ അസ്വസ്ഥതകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീറ്റ് ഗ്രാസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബോഡിയെ ഇത് ഡിറ്റോക്സ് ചെയ്യുന്നു. ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആ ബോഡിയെ ഒന്ന് ആക്റ്റീവായിട്ട് വെക്കുന്നതിനും ബ്ലഡിൻ്റെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനും ഹീമോഗ്ലോബിൻ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് വീറ്റ് ഗ്രാസ് ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വീറ്റ് ഗ്രാസ് ഉപയോഗിക്കുകയാണെങ്കിൽ എഗെയിൻ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ നല്ലതുപോലെ വരുന്നതിനും ബ്ലീഡിങ് നോർമലായിട്ട് പോകുന്നതിനും അത് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചധികം ഫ്ലോ പോകുന്നവർക്കും ഇതെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കുറേയും കൂടി ത്വരിതപ്പെട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നടുവേദന ഉണ്ടാകും, ഇടുപ്പ് വേദന ഉണ്ടാകും, കാലുവേദന ഉണ്ടാകും. നമ്മളെ സ്ത്രീകൾ ഇങ്ങനെ ജോലികളെല്ലാം ഓടി ഓടി നടക്കുമ്പോഴേക്കും നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതെ വരുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതൽ. ഇത് പ്രിവെന്റ് ചെയ്യുന്നത് വീറ്റ് ഗ്രാസ് സഹായിക്കുന്നു. അതുപോലെ കൊളസ്ട്രോൾ ലെവല് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസിനെ ഇത് തടയുന്നു. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ കാർന്നു തരുന്ന ഏറ്റവും വലിയൊരു രോഗാവസ്ഥയാണ്. ഈ ഒരു ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഇത് വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഈ വീറ്റ് ഗ്രാസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം ബെനിഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റാണ് ക്ഷീണം അകറ്റുന്നു. അതായത് നമുക്ക് ഒരുപാട് പേർക്ക് ചെറുതായിട്ടൊന്ന് ജോലികൾ ചെയ്താലും ഭയങ്കര ടയേർഡായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ഓവർകം ചെയ്യുന്നതിനും വീറ്റ് ഗ്രാസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എങ്ങനെയാണ് ഇത് സ്ത്രീയെയും പുരുഷനെയും ഫെർട്ടിലിറ്റിക്ക് വേണ്ടി സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്പേമിൻ്റെ കൗണ്ടും അതുപോലെ DNA സ്ട്രക്ചറും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ എനർജി എൻഹാൻസ് ചെയ്യുന്നതിനും അവരുടെ ജെനിറ്റൽസിലോട്ട് ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് പുരുഷന്മാർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ടയേർഡായി പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീകളും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോപ്പിൽ എത്തിയിട്ട് ഇവർ ടയേർഡായി പോയി കഴിഞ്ഞാൽ അത് ആ ഒരു ഇജാക്കുലേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുരുഷൻ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവിടെ ഇജാക്കുലേഷൻ സംഭവിക്കില്ല, പിന്നെയും എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ത്രീ ഡൗൺ ആയി പോകും. അങ്ങനെ വരുമ്പോഴേക്കും ഇജാക്കുലേഷൻ പിന്നെയും ചാൻസ് കുറയും. അങ്ങനെ ഡെസ്പായിട്ട് അറ്റംപ്റ്റ് ഒരുപാട് തവണ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മളിലുണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടും ഒക്കെയാണ് നോർമലി ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അങ്ങനെയൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആണ്, ആക്റ്റീവ് ആണെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ DNA സ്ട്രക്ചർ പ്രോപ്പറായിട്ട് പോകുന്നതിനും സ്പേമിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. DNA സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലാണ് കുഞ്ഞിന് ജെനിറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നത്. ജെനറ്റിക് ആയിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരികയാണെങ്കിൽ കുഞ്ഞിന് മറ്റുള്ള ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ വയറിനകത്ത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും സിൻഡ്രോം കുഞ്ഞിനുണ്ടാകുന്നതിനും ചാൻസസ് കൂടുതലാണ് കേട്ടോ. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ഫെർട്ടിലിറ്റിയുടെ ഗുണമാണ് എഗ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോഡിയെ ഡിറ്റോക്സ് ചെയ്യുന്നത് വഴി ശരീരം ഓൾവേസ് ക്ലിയർ ആകുന്നതിനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബോഡി ഒന്നുകൂടി ഫ്രഷ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഫോളേറ്റിൻ്റെ കണ്ടന്റ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള അണ്ടത്തിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ മാസങ്ങളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. കുഞ്ഞിന് മറ്റുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു വീറ്റ് ഗ്രാസ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊതുവേ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്. ഏത് സമയത്തും ഇത് ഉപയോഗിക്കാവുന്ന ചോദിക്കുന്നവരാണ് പലരും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും പീരിയഡ്സിന്റെ സമയത്തും ഇത് ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ.
കുറച്ച് ഗോതമ്പ് എടുത്ത് നല്ലതുപോലെ കഴുകി ഒരു കുതിർത്തിയതിന് ശേഷം നനഞ്ഞൊരു തുണി വെച്ചിട്ട് അതിന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു മുളയൊക്കെ പൊട്ടി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതൊരു ചെടിച്ചട്ടിയിലോട്ടോ ചകിരിച്ചോറിലോട്ടോ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് എടുത്തിട്ട് അത് നല്ലതുപോലെ അരച്ചെടുത്ത പേസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതല്ല അതിനുവേണ്ടി മെനക്കെടാൻ സമയമില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആകുമെന്ന് പേടിയുള്ള ആളുകൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള വീറ്റ് ഗ്രാസ് പൗഡർ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുപോലെ മെഡിക്കൽ സ്റ്റോറുകളിലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അവിടെ നിന്നും നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതായത് 1 ടീസ്പൂൺ ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ 1/2 ടീസ്പൂണായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എഫക്റ്റ് എന്ന് നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ അത് കുഴപ്പമൊന്നുമില്ല, ഡൈജഷന് വേറെ പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ നിങ്ങളത് കൂടുതൽ കൂട്ടി കൊണ്ടുവന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് 1/2 ടീസ്പൂണാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1/4 നോക്കുക, 1 ടീസ്പൂൺ ആക്കാനായിട്ട് നോക്കുക. ചില ആളുകൾക്ക് ചിലപ്പോൾ ഓവർഡോസ് ആയിട്ട് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ഇതിന്റെ ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ ഇത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, ഉപയോഗിച്ചാലും പ്രശ്നമല്ല. പക്ഷേ ഗ്രാമ്പു വെള്ളം കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം വിശന്ന് തുടങ്ങുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ദഹിക്കും, നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാനായിട്ടും നമുക്കിത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീറ്റ് ഗ്രാസ് പൗഡർ, ഗോതമ്പ് പുല്ലിൻ്റെ പൗഡർ, വീറ്റ് ഗ്രാസ് പൗഡർ എന്ന് ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടും. അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാണിത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, അതായത് എങ്ങനെയാണിത് മുളപ്പിച്ചെടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 3-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 4-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 3-ാം തീയതി മുതൽ 4-ാം തീയതി വരെ എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ നോക്കി എണ്ണിയെടുത്ത് തിട്ടപ്പെടുത്തുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ബ്രൗൺ കളറിലെയോ ഡാർക്ക് ആയിട്ടുള്ള കളറിലെയോ ഡിസ്ചാർജോ ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായ ദിവസത്തിനെ നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്ന് തുടങ്ങിയത് ആ ദിവസത്തിന് ഡേ 1 ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.